എല്ലാവർക്കും 9ാം ക്ലാസ്സിലെ ഫിസിക്സ് പാഠഭാഗങ്ങളിലേക്ക് സ്വാഗതം. പാർട്ട് 2-ൽ നമ്മൾ ബോയന്റ് ഫോഴ്സ് ആണ് നോക്കിയത്. ബോയന്റ് ഫോഴ്സ് അല്ലെങ്കിൽ പ്ലവക്ഷണ ബലം. പാർട്ട് 3-ലും അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. പാർട്ട് 2-ൽ നോക്കിയ ബോയന്റ് ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ, ബോയന്റ് ഫോഴ്സിൻ്റെ ഒറിജിൻ, ബോയന്റ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ, ബോയന്റ് ഫോഴ്സ് വെയ്റ്റ് ഓഫ് എ ബോഡി എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, ഇത്രയും കാര്യങ്ങൾ കണ്ടിന്യൂറ്റി ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബോയന്റ് ഫോഴ്സ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുൻപ് നമ്മൾ ബോയന്റ് ഫോഴ്സിനെ കുറിച്ച് പരിചയപ്പെട്ട കാര്യങ്ങൾ, ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒരിക്കൽ കൂടെ നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ ബോയന്റ് ഫോഴ്സ്? പ്ലവക്ഷണ ബലം എന്നാൽ എന്ത്? ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിന്മേൽ അനുഭവപ്പെടുന്ന ബലം, അതിനെയാണ് നമ്മൾ പ്ലവക്ഷണ ബലം എന്ന് പറയുന്നത്. The force experienced by a body when it is fully or partially immersed in a fluid, it is called the buoyant force. എങ്ങനെയാണ് ഈ ബോയന്റ് ഫോഴ്സ് ഉത്ഭവിക്കുന്നത്? ഒരു ദ്രവത്തിൽ ബോയന്റ് ഫോഴ്സ് എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഒരു ബോഡി ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ദ്രവം അതിന്മേൽ ബലം പ്രയോഗിക്കും. ഈ ബലങ്ങൾ നമുക്ക് ഹൊറിസോണൽ ഡയറക്ഷൻസിലുള്ള തിരശ്ചീന ദിശയിലുള്ള ബലങ്ങളായിട്ടും ലംബ ദിശയിലുള്ള ബലങ്ങളായിട്ടും സ്പ്ലിറ്റ് ചെയ്യാൻ, വേർതിരിക്കാൻ സാധിക്കും. തിരശ്ചീന ദിശയിലുള്ള ബലങ്ങളുടെ ആകെ തുക എപ്പോഴും 0 ആയിരിക്കും. എന്നാൽ വെർട്ടിക്കൽ ഡയറക്ഷൻ, ലംബ ദിശയിൽ ഒരു റിസൾട്ടൻ്റ് ഫോഴ്സ്, ഒരു പരിണിത ബലം മുകളിലേക്കുണ്ടാവും. ഈ ബലമാണ് പ്ലവക്ഷണ ബലം എന്ന് വിളിക്കുന്നത്. When a body is fully or partially immersed in a fluid, the fluid will exert force on it, which can be resolved into horizontal as well as vertical components. The net horizontal force will be 0, but the net vertical force will not be 0. There will be a net vertical force acting in the upper direction, and this force is actually known as buoyant force. Now, ഏത് ദിശയിലാണ് ബോയന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? ബോയന്റ് ഫോഴ്സ് ആക്ട്സ് ഓൾവേസ് ഇൻ ദ അപ്പർ ഡയറക്ഷൻ, വെർട്ടിക്കലി അപ്വേർഡ്സ്. മുകളിലേക്കാണ് എപ്പോഴും ബോയന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ബോയന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുക. ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ദെൻ ബോയന്റ് ഫോഴ്സ് എങ്ങനെയാണ് വെയിറ്റ് ഓഫ് എ ബോഡി അഫക്റ്റ് ചെയ്യുന്നത്? ഒരു ബോഡി വെയിറ്റിനെ അത് റെഡ്യൂസ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ബോഡി ആക്ച്വൽ വെയിറ്റിനെ റെഡ്യൂസ് ചെയ്യില്ല, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന അല്ലെങ്കിൽ മെഷർ ചെയ്യുന്ന വെയിറ്റിനെ അത് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ബോയന്റ് ഫോഴ്സ് കോസസ് ലോസ് ഓഫ് ഇറ്റ്. ആൻഡ് നൗ ഇറ്റ് ഇസ് എ ടൈം ടു ഡിസ്കസ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബോയന്റ് ഫോഴ്സ്. ഏതൊക്കെ ഫാക്ടേഴ്സാണ് ബോയന്റ് ഫോഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ പുസ്തകത്തിൽ 2 ഫാക്ടേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് 2 ആക്ടിവിറ്റികൾ വഴിയാണ് നമ്മൾ ആ ഫാക്ടേഴ്സിലോട്ട് എത്തുക. അപ്പോൾ ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഓബ്ജക്റ്റ് പരിഗണിച്ചിട്ടുണ്ട് ഓഫ് വെയ്റ്റ് 10 ന്യൂട്ടൺ. ഒരേ സൈസിലുള്ള, ഉള്ളളവ് ഒരുപോലുള്ള 3 ബീക്കറും. ഈ 3 ബീക്കറിലും ഒരേ അളവിൽ കെറോസിൻ, മണ്ണെണ്ണ, നോർമൽ വാട്ടർ, സാധാരണ ജലം, സലൈൻ വാട്ടർ, ഉപ്പുവെള്ളം, പിന്നെ കടൽ വെള്ളം എടുക്കുക. നമ്മുടെ ഫർദർ ഡിസ്കഷന് വേണ്ടിയിട്ട് ഈ 3 ലിക്വിഡ്സിൻ്റെയും അല്ലെങ്കിൽ 3 ഫ്ലൂയിഡ്സിൻ്റെയും ഡെൻസിറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട്. കെറോസിന് 810 kg/m3 ആണ്. അതായത് 1 മീറ്റർ ക്യൂബ് വോള്യമുള്ള കെറോസിന് 810 kg വെയിറ്റ് ഉണ്ടാവും. അതുപോലെ വാട്ടറിൻ്റെ ഡെൻസിറ്റി 1000 kg/m3, സലൈൻ വാട്ടറിന് 1025 kg/m3. ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഓബ്ജക്റ്റിൻ്റെ വെയിറ്റ്, ആക്ച്വൽ വെയിറ്റ് അത് 10 ന്യൂട്ടൺ. അപ്പോൾ ഈ ഒബ്ജക്റ്റിന് എയറിലെ വെയിറ്റ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയറിലെ വെയിറ്റ് 10 ന്യൂട്ടൺ. അപ്പോൾ ഒബ്ജക്റ്റിന് എയറിലുള്ള വെയിറ്റ് അത് 10 ന്യൂട്ടൺ വീതമാണ് വരുന്നത്. ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഒബ്ജക്റ്റിന് ഒരു സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട്, ഈ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് തന്നെയാണ്, വെയിറ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് സ്പ്രിംഗ് ബാലൻസ്. ഈ ഓബ്ജക്റ്റിനെ കെറോസിനിലും നോർമൽ വാട്ടറിലും സീ വാട്ടറിലും ഇമേഴ്സ് ചെയ്ത് അതിൻ്റെ വെയിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ കെറോസിനിൽ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ, കെറോസിനിൽ ഈ ഓബ്ജക്റ്റിൻ്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ആ വെയിറ്റ് 8 ന്യൂട്ടൺ എന്നാണ്.
അതേസമയത്ത് നോർമൽ വാട്ടറിൽ അത് 6 ന്യൂട്ടൺ ആയിരുന്നു, സലൈൻ വാട്ടറിൽ അത് 4 ന്യൂട്ടൺ ആയിരുന്നു. അപ്പോൾ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആക്ടിവിറ്റി ചെയ്തപ്പോൾ കെറോസിനിൽ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് 8 ന്യൂട്ടൺ, വാട്ടറിൽ 6 ന്യൂട്ടൺ, ആൻഡ് ഇൻ സലൈൻ വാട്ടർ ഇറ്റ് വാസ് 4 ന്യൂട്ടൺ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ലോസ് ഓഫ് വെയിറ്റ് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലോസ് ഓഫ് വെയിറ്റ് എത്രയാണ്? ലോസ് ഓഫ് വെയിറ്റ് കാൽക്കുലേറ്റുള്ള ഇക്വേഷൻ വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ ഫ്ലൂയിഡ് എന്നാണ്. അപ്പോൾ ഇവിടെ ലോസ് ഓഫ് വെയിറ്റ് ഇൻ കെറോസിൻ 2 ന്യൂട്ടൺ ആണ്, ലോസ് ഓഫ് വെയിറ്റ് ഇൻ നോർമൽ വാട്ടർ 4 ന്യൂട്ടൺ, ലോസ് ഓഫ് വെയിറ്റ് ഇൻ സലൈൻ വാട്ടർ 6 ന്യൂട്ടൺ. ലോസ് ഓഫ് വെയിറ്റ് ആണ് ബോയൻ ഫോഴ്സ്. ബോയൻ ഫോഴ്സ് ഈക്വൽ ടു ലോസ് ഓഫ് വെയിറ്റ്. ഒരു ബോഡിയെ ഫുള്ളി ഓർ പാർഷ്യലി ഫ്ലൂയിഡിൽ ഇമേഴ്സ് ചെയ്ത് വെക്കുമ്പോൾ അതിന്മേൽ ആക്ട് ചെയ്യുന്ന ബോയൻ ഫോഴ്സ് എത്രയായിരിക്കുമോ അത്രയായിരിക്കും ലോസ് ഓഫ് വെയിറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബോയൻ ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ന്യൂട്ടൺ, 4 ന്യൂട്ടൺ, 6 ന്യൂട്ടൺ വരും. അപ്പോൾ ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ടേബിൾ ഒന്ന് അനലൈസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഡിഫറെൻറ്റ് ലിക്വിഡ്സിൽ സെയിം ഓബ്ജക്റ്റിന് ഡിഫറെൻറ്റ് ബോയൻ ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ബോയൻ ഫോഴ്സ് ഇവിടെ ഇങ്ങനെ വ്യത്യാസപ്പെട്ട് വരുന്നുണ്ട്. ബോയൻ ഫോഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഏതോ ഒരു ഫാക്ടർ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഫാക്ടർ ഏതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നോക്കിയാൽ ഈ 3 കേസിലും നമ്മൾ ഉപയോഗിച്ചത് ഒരേ ഓബ്ജക്റ്റാണ്. അപ്പോൾ ഓബ്ജക്റ്റിൻ്റെ മാസ്, ഓബ്ജക്റ്റിൻ്റെ വെയിറ്റ്, ഓബ്ജക്റ്റിൻ്റെ ഡെൻസിറ്റി അതൊന്നും ഈ 3 കേസിലും വ്യത്യാസപ്പെട്ടിട്ടില്ല. അപ്പോൾ അതൊന്നുമല്ല ഈ ബോയൻ ഫോഴ്സിൻ്റെ വ്യത്യാസത്തിന് കാരണം, അതായത് ബോയൻ ഫോഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ. ഇനി നോക്കേണ്ട ഈ ഫ്ലൂയിഡിൻ്റെ വോള്യം സെയിം സൈസിൽ സെയിം വോള്യമാണ് ഫ്ലൂയിഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്ലൂയിഡിൻ്റെ വോള്യവും അല്ല. ഇനി വെസലിൻ്റെ വോള്യമാണോ? അങ്ങനെ വരാനേ സാധ്യതയില്ല. വെസലിൻ്റെ വോള്യം ബോയിൻ ഫോഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ വ്യത്യാസപ്പെട്ട് വരുന്നത് ഈ ഫ്ലൂയിഡ്സിൻ്റെ ഡെൻസിറ്റിയാണ്. കെറോസിന് 810, വാട്ടറിന് 1000, സലൈൻ വാട്ടറിന് 1025 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ഡെൻസിറ്റി വരുന്നത്. ടേബിൾ നോക്കിയാൽ അറിയാൻ കഴിയും കെറോസിൻ, നോർമൽ വാട്ടർ, സലൈൻ വാട്ടർ. ഇതിലോട്ട് വരുമ്പോൾ കെറോസിൻ നിന്ന് സലൈൻ വാട്ടറിലോട്ട് വരുമ്പോൾ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ബോയിൻ ഫോഴ്സ് കെറോസിൽ നിന്ന് സലൈൻ വാട്ടറിലോട്ട് വരുമ്പോൾ അതും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെൻസിറ്റി ആയിരിക്കണം, ഈ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി ആയിരിക്കണം ബോയിൻ ഫോഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ. അല്ല മറ്റ് ഫാക്ടേഴ്സൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ബോയിൻ ഫോഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഏത് ഫ്ലൂയിഡാണോ ബോയിൻ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് ആ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയാണ്. എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നത്? ബോയിൻ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ. ബോയിൻ ഫോഴ്സ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഡെൻസിറ്റി. ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ബോയിൻ ഫോഴ്സും ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ബോയിൻ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് വിച്ച് എക്സേർട്സ് ബോയിൻ ഫോഴ്സ്. ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് കൂടുമ്പോൾ ബോയിൻ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ മാത്തമാറ്റിക്കലി ഇങ്ങനെ ബി പ്രപ്പോർഷണൽ ടു ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഫാക്ടർ. ബോയിൻ ഫോഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാമത്തെ ഫാക്ടർ ഏത് ലിക്വിഡാണോ ബോയിൻ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് ആ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി. ഫസ്റ്റ് ഫാക്ടറായി. ഇനി രണ്ടാമത്തെ ഫാക്ടർ മനസ്സിലാക്കാനായിട്ട് വേറൊരു ആക്ടിവിറ്റിയാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഫാക്ടർ ബോയിൻ ഫോഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന രണ്ടാമത്തെ ഫാക്ടർ കണ്ടെത്താനായിട്ട് നമ്മൾ ഒരേ വെയിറ്റുള്ള 2 ഓബ്ജക്റ്റ് എടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഓബ്ജക്റ്റ് കോപ്പർ കൊണ്ടും രണ്ടാമത്തെ ഓബ്ജക്റ്റ് അയൺ കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരേ വെയിറ്റാണ്, ഒരേ മാസാണ്. പക്ഷെ ഇവിടെ നോക്കി അറിയാൻ കഴിയും അയണിൻ്റെ സൈസ്, അയണിൻ്റെ വോള്യം കുറച്ച് കൂടുതലാണ്. അതെന്തുകൊണ്ടാണ്? നമുക്കറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോള്യം. ഇവിടെ വെയിറ്റ് കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ മാസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാം ഡെൻസിറ്റി പ്രപ്പോർഷണൽ ടു വോള്യം. ഡെൻസിറ്റി പ്രപ്പോർഷണൽ ടു 1/വോള്യം. വോള്യം അല്ല, 1/വോള്യം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഡെൻസിറ്റി കൂടുമ്പോൾ വോള്യം കുറയും. ഇപ്പോൾ കോപ്പറിനെ സംബന്ധിച്ചിടത്തോളം ഡെൻസിറ്റി ഓഫ് കോപ്പർ ഈസ് ഗ്രേറ്റർ ദാൻ
ഡെൻസിറ്റി ഓഫ് അയൺ. അപ്പം അങ്ങനെയാണെങ്കിൽ മാസ് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ വോളിയം ഓഫ് കോപ്പർ ഷുഡ് ബി ലെസ് ദാൻ വോളിയം ഓഫ് അയൺ. അയണിൻ്റെ വോളിയം കൂടുതലായിരിക്കും, അതിൻ്റെ സൈസ് കൂടുതൽ. അപ്പം സെയിം വെയിറ്റുള്ള കോപ്പർ അയൺ ബ്ലോക്കുകൾ എടുത്തു കഴിഞ്ഞാൽ അയണിൻ്റെ വോളിയം അല്പം കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ മാസ് കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ വെയിറ്റ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പം അതുകൊണ്ടാണ് ഈ സൈസിൽ വ്യത്യാസം വന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ രണ്ട് ഓബ്ജക്റ്റുകളുടെയും വെയിറ്റ് വാട്ടറിൽ എത്രയായിരിക്കും എന്ന കാര്യം ഒരു ബീക്കറിൽ വാട്ടർ വെക്കുന്നു, സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് കോപ്പർ ബ്ലോക്കിനെ വാട്ടറിലോട്ട് താഴ്ത്തി വെക്കുന്നു, അതിൻ്റെ വെയിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എയറിലെ വെയിറ്റ് രണ്ടുപേർക്കും സെയിം ആണ്, 10 ന്യൂട്ടൺ 10 ന്യൂട്ടൺ. ഫ്ലൂയിഡിൽ വാട്ടറിൽ കോപ്പറിൻ്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്തു 8 ന്യൂട്ടൺ എന്ന് കിട്ടും. അയണിൻ്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്തു 6 ന്യൂട്ടൺ എന്നാണ് കിട്ടും. അപ്പോൾ ലോസ് ഓഫ് വെയിറ്റ് കോപ്പറിന് എത്രയാണ്? 2 ന്യൂട്ടൺ. അയണിന് എത്രയാണ്? 4 ന്യൂട്ടൺ. അങ്ങനെയാണെങ്കിൽ ബോയിൻ ഫോഴ്സ് എത്രയാണ്? കോപ്പറിന് 2 ന്യൂട്ടൺ, അയണിന് 4. ഇവിടെ നമ്മൾ എന്താണ് കണ്ടത്? ഒരേ ലിക്വിഡിൽ, ഒരേ ഫ്ലൂയിഡിൽ, ഒരേ വെയിറ്റുള്ള എന്നാൽ ഡിഫറെൻ്റ് വോള്യമുള്ള രണ്ട് ഓബ്ജക്ട്സിന് വ്യത്യസ്ത അളവിലാണ്, ഡിഫറെൻ്റ് എമൗണ്ട് ആയിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്? ബോയിൻ ഫോഴ്സ് ആക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും അതിന് കാരണം? ബോയിൻ ഫോഴ്സ് വ്യത്യാസപ്പെട്ടു. അപ്പോൾ ബോയിൻ ഫോഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഏതോ ഒരു ഫാക്ടർ അവിടെ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ആ ഫാക്ടർ? നേരത്തെ നമ്മൾ പറഞ്ഞ ഫാക്ടറുണ്ട്, ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് വിച്ച് എക്സേർട്സ് ബോയിൻ ഫോഴ്സ്. ഇവിടെ ആ ഫാക്ടർ അല്ല. കാരണം ഈ രണ്ട് ഓബ്ജക്റ്റിലും ഫോഴ്സ് എക്സേർട്ട് ചെയ്ത് സെയിം ലിക്വിഡാണ്, ഡെൻസിറ്റി അതിന് സെയിം ആണ്, വാട്ടറാണ്, 1000 ആണ്. അപ്പോൾ അതല്ല, ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് അല്ല ഇവിടുത്തെ ഫാക്ടർ. ഇനി നേരത്തെ നമ്മൾ മനസ്സിലാക്കി ഡെൻസിറ്റി ഓഫ് ഓബ്ജക്റ്റ് ഓൺ വിച്ച് ബോയിൻ ഫോഴ്സ് ആക്ട്സ്, അത് ബോയിൻ ഫോഴ്സിനെ അഫക്റ്റ് ചെയ്യില്ല. നമ്മൾ കഴിഞ്ഞ എക്സ്പെരിമെൻ്റ് തന്നെ മനസ്സിലാക്കിയ കാര്യമാണ്. ഇവിടെ നോക്കി അറിയാൻ പറ്റും, ഫ്ലൂയിഡിൽ താഴ്ത്തി വെക്കുമ്പോൾ ഇത് പൂർണ്ണമായിട്ട് താഴ്ത്തി വെക്കുന്നു, ഈ ഓബ്ജക്റ്റിനെയും പൂർണ്ണമായി താഴ്ത്തി വെക്കുന്നു. മനസ്സിലായില്ലേ? ഈ രണ്ട് ഓബ്ജക്റ്റുകളുടെ വോള്യം പരിഗണിക്കുക. അയണിൻ്റെ വോള്യം കുറച്ച് കൂടുതലാണ്. അപ്പോൾ കൂടുതൽ ഫ്ലൂയിഡ് അതിന്മേൽ തീർച്ചയായിട്ടും ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അപ്പം അങ്ങനെയാണെങ്കിൽ മുങ്ങിയിരിക്കുന്ന ഇമേഴ്സ് ചെയ്തിരിക്കുന്ന ഇമേഴ്സ് ചെയ്തിരിക്കുന്ന ഓബ്ജക്റ്റിൻ്റെ വോള്യം ബോയിൻ ഫോഴ്സിനെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് തന്നെയാണ് ഇവിടെ ബോയിൻ ഫോഴ്സ് വ്യത്യാസപ്പെടാനുള്ള കാരണം. അപ്പോൾ രണ്ടാമത്തെ ഫാക്ടർ ഏതാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ചെയ്യുന്നത്, നോക്കുന്നു, കോപ്പറിൽ നിന്ന് അയണിലോട്ട് വരുമ്പോൾ വോള്യം കൂടുന്നു. വോള്യം ഓഫ് ബോഡി വിച്ച് ഈസ് ഇമേഴ്സ്ഡ് ഇൻ ദ ഫ്ലൂയിഡ്, അത് കൂടുകയാണ്. കൂടുതൽ വോള്യം മുങ്ങിയിരുന്നപ്പോൾ കൂടുതൽ ബോയിൻ ഫോഴ്സ് ആക്ട് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ബോയിൻ ഫോഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് വോള്യം ഓഫ് ബോഡിയാണ്. ശരിക്കും വോള്യം ഓഫ് ബോഡി എന്ന് പറഞ്ഞാൽ ശരിയാകുന്നില്ല. വോള്യം ഓഫ് ബോഡി അല്ലെങ്കിൽ പാർട്ട് ഓഫ് ബോഡി വിച്ച് ഈസ് ഇമേഴ്സ്ഡ് ഇൻ ദ ഫ്ലൂയിഡ്, ഫ്ലൂയിഡിനുള്ളിൽ മുങ്ങിയിരിക്കുന്ന വസ്തുവിൻ്റെ വോള്യമാണ്. വസ്തുവിൻ്റെ മുഴുവൻ വോള്യം ആണ് നിർബന്ധമില്ല. വസ്തു പൂർണ്ണമായിട്ട് മുങ്ങിയിരുന്നാൽ മാത്രമേ അങ്ങനെ ആവുള്ളൂ. വോള്യം ഓഫ് ബോഡി എന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ്രവത്തിനുള്ളിൽ, ഫ്ലൂയിഡിനുള്ളിൽ മുങ്ങിയിരിക്കുന്ന വസ്തുവിൻ്റെ ഭാഗത്തിൻ്റെ വോള്യം എന്നാണ്. അപ്പോൾ രണ്ട് ഫാക്ടേഴ്സ് നമ്മൾ മനസ്സിലാക്കി. ഏതൊക്കെ ഫാക്ടേഴ്സാണ് ബോയിൻ ഫോഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഓൺ വിച്ച് the body is immersed, അല്ലെ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് വിച്ച് എക്സേർട്സ് ബോയിൻ ഫോഴ്സ്. രണ്ടാമത്തത് വോളിയം ഓഫ് ബോഡി ഓൺ വിച്ച് ബോയിൻ ഫോഴ്സ് ആക്ട്സ്. അപ്പോൾ രണ്ട് ഫാക്ടേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് ഫാക്ടേഴ്സ് നോക്കി. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബോയിൻ ഫോഴ്സ് രണ്ടെണ്ണമാണ്. പിന്നെ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് വിച്ച് എക്സേർട്സ് ബോയിൻ ഫോഴ്സ്, വോളിയം ഓഫ് ബോഡി ഇമേഴ്സ്ഡ് ഇൻ ടു ദ ഫ്ലൂയിഡ്. ഇനിയൊരു ഫാക്ടറും കൂടെ ബോയിൻ ഫോഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നുള്ളത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ഈ കൺസെപ്റ്റ് നമ്മൾ പിന്നീടുള്ള അധ്യായങ്ങളിൽ വരികയുള്ളൂ. അതുകൊണ്ട് ആ ഫാക്ടറിനെ പറ്റി നമ്മുടെ പുസ്തകത്തിൽ ഇപ്പോൾ മെൻഷൻ ചെയ്തിട്ടില്ല. ഇതൊരു പുസ്തകത്തിലൊരു ചോദ്യമുണ്ട്, സീയിൽ നിന്ന്, കടലിൽ നിന്ന്, ഓഷനിൽ നിന്ന് ഒരു കപ്പൽ നദിയിലോട്ട്, റിവറിലോട്ട് എൻ്റർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ കപ്പൽ കൂടുതൽ മുങ്ങുമോ
അതോ ഉയരുമോ എന്നുള്ള ചോദ്യം. അപ്പോൾ സലൈൻ വാട്ടറിൽ നിന്ന് അല്ലെങ്കിൽ ഓഷനിൽ നിന്ന് റിവർ വാട്ടറിലോട്ട് ഈ കപ്പൽ എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ ലെവൽ എന്ത് ചെയ്യും? അത് കൂടുതൽ മുങ്ങുമോ അതോ അല്പം കൂടെ ഉയരുമോ എന്നുള്ളത്, അതിൻ്റെ സാധാരണ നിരപ്പിൽ നിന്ന് കുറച്ചുകൂടെ ഉയരത്തേക്ക് വരുമോ എന്നുള്ളതാണ് ചോദ്യം. നോക്കാം. സലൈൻ വാട്ടറിൻ്റെ ഡെൻസിറ്റി റിവർ വാട്ടറിൻ്റെ ഡെൻസിറ്റി അപേക്ഷിച്ച് അല്പം കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ സലൈൻ വാട്ടർ എക്സൈഡ് ചെയ്യുന്ന ബോയിൻ്റ് ഫോഴ്സ് റിവർ വാട്ടർ എക്സൈഡ് ചെയ്യുന്ന ബോയിൻ്റ് ഫോഴ്സിനേക്കാൾ അല്പം കൂടുതലായിരിക്കും. ഇപ്പോൾ ഈ ഷിപ്പിൻ്റെ വെയിറ്റിനെ താങ്ങി നിർത്തത്തക്ക വണ്ണം ബോയിൻ്റ് ഫോഴ്സ് സലൈൻ വാട്ടർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്, റിവർ വാട്ടർ എക്സേർട്ട് ചെയ്യും. പക്ഷേ റിവർ വാട്ടർ എക്സൈഡ് ചെയ്യുന്ന ബോയിൻ്റ് ഫോഴ്സ് അല്പം കുറവായിരിക്കും. അപ്പോൾ സ്വാഭാവികം എന്ത് ചെയ്യും? കപ്പൽ റിവർ വാട്ടറിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ സിങ്ക് ചെയ്യും. അപ്പോൾ വെൻ എ ഷിപ്പ് enters a river from sea, it sinks more. It is because buoyant force exerted by the river water is smaller than that exerted by the saline water. It is because the density of river water is less when it is compared with the density of saline water. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സെക്ഷനിൽ പറഞ്ഞ കാര്യങ്ങൾ എത്രയാണ്? ബോയിൻ്റ് ഫോഴ്സ് എന്താണ്, ബോയിൻ്റ് ഫോഴ്സ് എങ്ങനെ ഒറിജിനേറ്റ് ചെയ്യുന്നു, ബോയിൻ്റ് ഫോഴ്സിൻ്റെ ദിശ എങ്ങോട്ടാണ്, ബോയിൻ്റ് ഫോഴ്സ് വെയ്റ്റിനെ ഒബ്സർവ്ഡ് വെയ്റ്റ് ഓഫ് എ ബോഡി അതിനെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, ബോയിൻ്റ് ഫോഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, പിന്നെ ഒരു ചോദ്യം. ഇത്തരം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ സെക്ഷൻ നന്നായിട്ട് മനസ്സിലാക്കുക. അടുത്ത സെഷൻ നമുക്ക് നോക്കേണ്ടത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, അതുപോലെ പ്രിൻസിപ്പിൾ ഓഫ് റൊട്ടേഷൻ എന്നീ രണ്ട് പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളാണ്.